ഹലോ മൈ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയിലാണ് കേട്ടോ. എവിടേക്കാണെന്നല്ലേ, അനിയത്തിയുടെ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോവാണ് കേട്ടോ, ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെയാണ് ചോറൂണ്. നമ്മൾ തലേ ദിവസം തന്നെ യാത്ര തിരിച്ചു. അപ്പോൾ ഇതാ പുറകിലിരുന്നിട്ട് ചേച്ചിക്കുട്ടി അനിയത്തിക്കുട്ടി നല്ല കളിയാണ്. സഞ്ജു ലച്ചും പോന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സ്കൂളിലുള്ളൊരു ദിവസമായിരുന്നു യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ചോറുണ്ണാനായിട്ട് നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് പോവുകയാണ്. അച്ഛനും അമ്മയും ഞാനും അനിയത്തിയുടെ ഹസ്ബൻഡുമാണ് ഉണ്ടായിരുന്നത്. കളിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ക്ഷീണിച്ച് നല്ല ഉറക്കമാണ്. ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എത്തിച്ചേർന്ന സമയത്ത് റൂം കിട്ടാൻ കുറച്ച് പാടായിരുന്നു. കാരണം റൂംസ് എല്ലാം ഫുള്ളായിട്ടുണ്ട് എന്നാണ് എല്ലായിടത്തും അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും ഒരുവിധം നമ്മൾ ഒരാളെ കണ്ടെത്തി. ഇതാ ആള് നമ്മളുടെ ഈ ഒരു സ്ഥലത്താണ് എത്തിച്ചത്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ റൂംസൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അച്ഛനും കുട്ടേട്ടനും കൂടെ പോയിട്ടുണ്ട്. ഉറങ്ങിയിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉറക്കമൊക്കെ എണീച്ചു. നമ്മൾ റൂമിലേക്ക് പോയി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം തന്നെ ആയിരുന്നു കേട്ടോ. 2 ബെഡും ഒരു സിംഗിൾ ബെഡും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. റൂമിലെത്തിയപ്പോൾ തന്നെ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം കുറേ സമയം കാറിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവരാകെ ചടച്ചിരിക്കുകയായിരുന്നു. പക്ഷെ റൂമിലെത്തിയപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ചാടി കളിക്കുകയായിരുന്നു അവർ. വണ്ടിയിലിരുന്നിട്ട് കുഞ്ഞിപ്പെണ്ണും കുറച്ച് കുറുമ്പൊക്കെ കാണിച്ചു. പക്ഷെ റൂമിലെത്തിയപ്പോൾ ആളും ഭയങ്കര ഹാപ്പിയായി, കളിക്കാനൊക്കെ തുടങ്ങി. അധികം സമയമൊന്നും നമ്മൾ റൂമിൽ നിന്നില്ല. കാരണം നമുക്ക് അമ്പലത്തിൽ കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി. അനിമോൾക്ക് തന്നെ നടന്നു പോകണമെന്ന് ഒരേ വാശിയായിരുന്നു. അച്ഛൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ സമ്മതിച്ചതേ ഇല്ല. ആളങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോവുക ചെയ്തത്. അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ ഉണ്ണിക്കണ്ണൻ്റെ മുന്നിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇവിടെ വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് എപ്പോഴും. ഇപ്പം നമ്മൾ അവിടെ എത്തി. കുട്ടിക്കൊമ്പന്മാരെയൊക്കെ കണ്ടപ്പോൾ മക്കൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ അവരെ കാണാനായിട്ട് നിന്നു. നമ്മൾ ചെന്നതിൻ്റെ പിറ്റേന്ന് അവധി ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാനും അനിയത്തിയും കൂടെ വഴിപാടുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയി. കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ ചോറ് കൊടുക്കാണ്ട് അകത്തേക്ക് കയറാത്തത് കൊണ്ട് അച്ഛനും അമ്മയും അവരൊക്കെ പുറത്തവിടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വെയിറ്റ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് അകത്ത് കയറി വഴിപാടുകളൊക്കെ ചെയ്തിട്ട് പുറത്തു വന്നു. അപ്പോൾ ഇന്ന് എന്തോ പ്രത്യേകിച്ച് അവിടെ എന്തോ തിരുവാതിരയുടെ അരങ്ങേറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നല്ല തിരുവാതിരകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം നമ്മൾ അതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഇത് ആനിക്കുട്ടി തൊഴുന്നുണ്ട്. അമ്മച്ചനെ ഞങ്ങൾ വന്നതിന് ശേഷം അച്ഛനും അമ്മയൊക്കെ അകത്തേക്ക് കയറി അവരെ തൊഴാനായിട്ട് പോയി. അപ്പോൾ നമ്മളിങ്ങനെ പുറത്ത് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെയാണ് ചോറൂണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞിന് ഒരു കോടിമുണ്ട് വാങ്ങണം. അപ്പോൾ പുതിയൊരു മുണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ ജസ്റ്റ് ഒന്ന് കയറി. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ മക്കൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. അപ്പോൾ അവിടെ എന്തൊക്കെയോ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വൈകുന്നേരം സമയമായതുകൊണ്ട് ശിവേലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഒരുപാട് സമയമായിട്ടും അമ്മച്ചനെയും അമ്മമ്മയും കാണാത്തതുകൊണ്ട് ആനിക്കുട്ടിക്ക് ആകെ സങ്കടമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്ക് വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അമ്മച്ചനെയും അമ്മമ്മയും കാണുന്നില്ല. അപ്പോൾ നമ്മൾ വേഗം ഫുഡ് കഴിക്കാനായിട്ടൊക്കെ പോയി. അതിനിടയ്ക്ക് സഞ്ജുവിനും ലച്ചുവിനും ഒക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷോപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി 1-2 ഐറ്റംസ് ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു. നമ്മളുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, വഴിപാടുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ പോയിട്ട് റൂമിൽ പോയിട്ട് കിടക്കുകയാണ്. കാരണം നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട് നമുക്ക് ചോറൂണിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പോയിട്ട് റൂമിൽ പോയിട്ട് കിടന്നു. അങ്ങനെ നമ്മളിതാ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും വന്നു. അപ്പോൾ ആനിക്കുട്ടി നല്ല കരച്ചിലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെയും കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് അപ്പോൾ ഇതാ അത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. ചോറുകൊണ്ട് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.